പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENSന്റെ +2 എക്കണോമിക്സിന്റെ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സാണ്. 22ാമത്തെ ചാപ്റ്ററിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ആണ് അവതരിപ്പിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ പെർഫെക്റ്റ് കോമ്പിനേഷൻ. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം സിലബസിൻ്റെ അല്ലെങ്കിൽ മൊത്തം ചാപ്റ്റേഴ്സിൻ്റെ 60% മാത്രമേ നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% അസൈൻമെൻറ്റ് ചാപ്റ്ററാണ്. അത് എക്സാമിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ആ 60%പ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ അവസാനത്തെ 4 ചാപ്റ്ററാണ് പഠിക്കേണ്ടത്. ബാക്കിയുള്ള ചാപ്റ്റർ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലാണ്. അത് ഏതൊക്കെയെന്നുള്ളത് നമ്മുടെ ചാനലിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ പ്ലേ ലിസ്റ്റിൽ നിന്ന് ലഭിക്കും. ഇതിൽ നമ്മൾ സാധാരണ പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ആദ്യം കാണുന്നത്. 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഓപ്ഷൻസ് ഉണ്ടാവും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതാണ്ടാവും, ട്രൂ ഫാൾസ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ നന്നായിട്ട് റെഫർ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ 2 മാർക്കും 3 മാർക്കും 4 മാർക്കും 5 മാർക്ക് ഞങ്ങൾ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഗൈഡ് നോക്കി പഠിച്ചാൽ മതി. 1 മാർക്കിൻ്റെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിയുള്ള പാരഗ്രാഫുകളൊക്കെ അല്ലെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ആ പാഠഭാഗത്തിൻ്റെ ഒരു സമ്മറി ഉണ്ടാവും ഷോർട്ടായിട്ട്. അത് നന്നായിട്ട് വർക്കൗട്ട്. ചാപ്റ്റേഴ്സ് ഫുള്ള് വായിച്ചു പോകാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. ഗൈഡ് നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കുക. മലയാളത്തിൽ എഴുതുന്ന ഒരു ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെ അവസാനത്തുള്ള സമ്മറി ഭാഗങ്ങളുണ്ട്, പാഠത്തിൻ്റെ ചുരുക്കം. അത് വായിച്ചു കഴിഞ്ഞാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ഓക്കെ, മലയാളത്തിൽ പരീക്ഷ എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ പരീക്ഷ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതിക്കുന്നത്. ആൻസർ എനിക്ക് ഏത് ഭാഷയിലും എഴുതാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ 8 തന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ മാർക്ക്. ഡേഷ് പ്രൈസ് അറ്റ് വിച്ച് മാർക്കറ്റ് MD മാർക്കറ്റ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഈക്വൽ ടു MS ആണ്. മാർക്കറ്റ് സപ്ലൈ. മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈ ഈക്വൽ ആകുന്ന ഒരു ഉൽപ്പന്നത്തിന്റെ മാർക്കറ്റ് ഡിമാൻഡും മാർക്കറ്റ് സപ്ലൈ ഈക്വൽ ആകുമ്പോഴുള്ള പ്രൈസ് ആണ് ഇത് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്, സന്തുലിത വില എന്ന് പറയുന്നത്. രണ്ടാമത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡിമാൻഡ് കർവ് ആൻഡ് സപ്ലൈസ് കർവ്. ഡിമാൻഡും സപ്ലൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനാണ് എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന പേരിൽ അറിയാം. മൂന്നാമത് ഡേഷ് മീൻസ് മോർ ഡിമാൻഡ് ദാൻ സപ്ലൈ ഗിവൺ. കൂടുതൽ ഡിമാൻഡ് ആണ്, സപ്ലൈ അപേക്ഷിച്ച് കൂടുതൽ ഡിമാൻഡ് ആണെങ്കിൽ അവിടെ എക്സസ് ഡിമാൻഡ് ആണ്. അവിടെ ആൻസർ എക്സസ് ആണ്. നാലാമത്തെ ഡേഷ് മീൻസ് മോർ സപ്ലൈ ദാൻ ഡിമാൻഡ് അറ്റ് എ ഗിവൺ പ്രൈസ്. ഒരു നിശ്ചിത വിലക്ക് എന്താണ് ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ വരികയാണെങ്കിൽ അവിടെ എന്താണ് പറയുന്നത്, എക്സസ് സപ്ലൈ എന്നാണ് പറയുന്നത്. അഞ്ചാമത് വിത്ത് ഫാൾ ഓർ റൈസ് ഡിമാൻഡ്. ഡിമാൻഡ് കുറയാകാം അല്ലെങ്കിൽ കൂടാകാം ഒരു ഉൽപ്പന്നത്തിന്റെ ഫോർ എ ഗിവൺ സപ്ലൈ. അവിടെ സപ്ലൈ എന്തായിരിക്കും, സപ്ലൈ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. അവിടെ ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കൂടുക അല്ലെങ്കിൽ കുറയുക ചെയ്യാനാണ്. ആറാമത്തെ ഡേഷ് പ്രൈസ് ഈസ് ഫിക്സ്ഡ് ബിലോ ഇക്വിലിബ്രിയം പ്രൈസ് ടു പ്രൊട്ടക്ട് ദി കൺസ്യൂമർ. അതായത് ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറഞ്ഞ രീതിയിൽ നിശ്ചയിക്കുന്ന വിലയാണിത് സീലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. സീലിംഗ് പ്രൈസ് ഫിക്സ്ഡ് ബിലോ ദി ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കുറവായ രീതിയിൽ കൺസ്യൂമറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിശ്ചയിക്കുന്ന വിലയാണ് എന്ന് പറയുന്നത് സീലിംഗ് പ്രൈസ്. ഏഴാമത്തെ ഡേഷ് പ്രൈസ് ഈസ് ഫിക്സ്ഡ് എബോവ് ഇക്വിലിബ്രിയം പ്രൈസ്. ഈ ഏത് പ്രൈസാണ് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതലാകുന്നത്, പ്രൊട്ടക്ട് ദി സെല്ലർ ഇൻട്രസ്റ്റ്. വിൽപ്പനക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇക്വിലിബ്രിയം പ്രൈസിനേക്കാൾ കൂടുതൽ രീതിയിൽ ഫിക്സ് ചെയ്യുന്ന പ്രൈസ് ഏതാണ്, ഫ്ലോർ പ്രൈസ് എന്നാണ് പറയുന്നത്. എട്ടാമത് വിത്ത് റൈസ് ഓർ ഫാൾ ഇൻ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി. ഒരു ഉൽപ്പന്നത്തിന്റെ സപ്ലൈ കൂടുക അല്ലെങ്കിൽ കുറയുക ചെയ്യുന്നത് ഫോർ എ ഗിവൺ ഡിമാൻഡ് ബോത്ത് ഡേഷ് വിൽ ഫാൾ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഇക്വിലിബ്രിയം പ്രൈസും ക്വാണ്ടിറ്റിയും കൂടുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറയാനാണ്. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനിയും ഇതൊന്ന് 1 വേർഡ് ഒരുപാട് കിട്ടും. ഗ്രാഫുകളൊക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. ഈ എക്സസ് ഡിമാൻഡ്, എക്സസ് സപ്ലൈ, ഇക്വിലിബ്രിയം പോയിന്റ് ഒക്കെ കാണിക്കുന്ന ഗ്രാഫുകൾ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യണം. അതൊക്കെ നമ്മൾ essay ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് എൻ്റെ വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാം. ഓക്കെ,
അതേപോലെ തന്നെ ഗൈഡുകൾ, എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NISൻ്റെ SSLC +2 അഡ്മിഷൻ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ എല്ലാ ജില്ലകളിലും അഡ്മിഷൻ കൊടുക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ വർക്കുകൾ, ആഴ്ചയിൽ 6 ദിവസത്തെ ഓൺലൈൻ ക്ലാസ്, നിങ്ങളുടെ ജോലിക്ക് തടസ്സമില്ലാത്ത സമയത്താണ് നമ്മൾ ക്ലാസ് നൽകുന്നത്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, ഗൈഡ്, അസൈൻമെൻറ്റ്, പ്രാക്ടിക്കൽ കൂടെ എല്ലാം നൽകും. ഗൾഫിലുള്ളവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാം. നാട്ടിൽ ലീവിന് വരുമ്പോഴത്തേന് എക്സാം എഴുതേണ്ട രീതി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇനി ആർക്കെങ്കിലും എക്സാം സെൻറ്ററിൽ പോയി എക്സാം എഴുതാൻ പറ്റുന്നില്ല, ഈ ബോസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബോർഡിൻ്റെ കീഴിൽ വീട്ടിലിരുന്ന് SSLC +2 പരീക്ഷകളുടെ സംവിധാനമുണ്ട്. ആ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ IGNOU ശ്രീനാരായണ ഗുരു പോലുള്ള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മൾ നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുക 9037111467. ഓക്കെ, താങ്ക് യു.